അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ മക്കള് നന്നാവണം, അവര് വിജയിക്കണം, അവർക്ക് നല്ല ഭാവി ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ പലപ്പോഴും അതിന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അതായത് നമ്മുടെ കുട്ടികളെ പ്രഭാത സമയത്ത് വിളിച്ചുണർത്തുമ്പോൾ പല രക്ഷിതാക്കളും കുട്ടികളോട് ഒച്ചയിട്ട് അവരോട് ദേഷ്യപ്പെട്ട് അവരെ ബേജാറാക്കി അങ്ങനെയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. എല്ലാവരും അല്ല, പല രക്ഷിതാക്കൾക്കും സംഭവിക്കുന്ന അറിവില്ലാത്തതിന്റെ പേരിൽ സംഭവിക്കുന്നതാണ്. അങ്ങനെ ആകെ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടി ഒരു പ്രഭാതം ഉണരുന്നത്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴേ കേൾക്കുന്നത് ഈ ഒരു ഷൗട്ടിങ്ങും ബഹളമാണ്. അതുണ്ടാവാൻ പാടില്ല. നല്ല രീതിയിൽ നല്ല വാക്ക് പറഞ്ഞ് കുട്ടികളെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിട്ടാണ് അവരെ ഉണർത്തേണ്ടത്. പിന്നെ മറ്റൊരു സമയം അവർ സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ്. അപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞ് കുട്ടിയെ ശകാരിച്ച് ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ടിട്ടൊക്കെ ചെയ്യാൻ പാടില്ല. അതും അവരുടെ പഠനത്തെ ബാധിക്കും. മറ്റൊരു സമയം അവർ സ്കൂളിലേക്ക് വിട്ടുവരുന്ന സമയത്താണ്, അല്ലെങ്കിൽ മദ്രസ വിട്ടുവരുന്ന സമയത്ത്, മദ്രസയിലേക്ക് പോകുന്ന സമയത്ത്, ആ സമയത്തും അവരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അവർക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ കൊടുത്ത് ഒരു ചുംബനമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ മക്കളെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവും. ആ സമയത്തും നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതം ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു സമയം നമ്മുടെ കുട്ടികൾ ഉറങ്ങുന്ന സമയമാണ്. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാനാകുമ്പോൾ അവരോട് അവർ അന്ന് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമൊക്കെ എടുത്തു പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാവാൻ പാടില്ല. നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ്, നല്ല കഥകൾ പറഞ്ഞ്, നല്ല ഉപദേശങ്ങൾ കൊടുത്ത്, സ്വലാത്തൊക്കെ ചൊല്ലി നല്ല രീതിയിൽ ഒരായത്തിൽ കുറിശിയൊക്കെ ഓതി അവരെ ഒന്ന് സ്പർശിച്ച് അങ്ങനെ തലോടി അങ്ങനെയാണ് കുട്ടികളെ ഉറക്കേണ്ടത്. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ പഠനം, ജീവിത വിജയം, അവരുടെ സ്വഭാവം, ഇതിനൊക്കെ നമ്മൾ മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളുമാണ് സ്വാധീനിക്കുന്നത്. അപ്പൊ അത് നന്നാവുമ്പോഴാണ് അവര് നന്നാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നല്ല ഭാവി അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.